പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട സന്തോഷത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. ദീപാവലി യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മാനവികതയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിലാണ് നമ്മുടെ ദീപാവലി ആഘോഷം ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. ദീപാവലി സംസ്കാരവുമായും ധാർമ്മികതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഭാരതത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആവേശഭരിതരാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു പ്രതികരണം കൂടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. നോക്കാം വിശദാംശങ്ങൾ. ഇപ്പോൾ നന്ദഗോപൻ ചേരുന്നുണ്ട് കൃത്യമായി വിലയിരുത്തൽ നൽകാനായി. നന്ദൻ, പറയൂ. വലിയ സന്തോഷത്തിൻ്റെ, വലിയ ഒരു ഒരു ആഹ്ലാദത്തിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷത്തിലാണ്, യുനെസ്കോയുടെ പട്ടികയിലാണ് നമ്മുടെ ആഘോഷം ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണാം? ശ്യാം, ലോകമെമ്പാടുമുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഭാരതത്തിൻ്റെ ഒരാഘോഷം കൂടി, കുംഭമേളയും അതേപോലെ തന്നെ ദുർഗാപൂജയും ഒപ്പം തന്നെ ദുർഗാപൂജയും ഒക്കെ കടന്ന് ഇപ്പോൾ ഒരു കലാരൂപം കൂടി അല്ലെങ്കിൽ ഒരു ആഘോഷം കൂടി, ഭാരതത്തിൻ്റെ ഒരാഘോഷം കൂടി ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 22ാമത് യോഗത്തിലാണ് ഇത് ചർച്ച ചെയ്ത് തീരുമാനമായിരിക്കുന്നത്. അത് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് യോഗം നടന്നത്. അതായത് കമ്മിറ്റി ഫോർ ദി സേഫ് ഗാർഡിംഗ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ 22ാമത് സെഷൻ അത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ 13-ാം തീയതി വരെ ചേരുകയാണ്. ഈ സെഷനിലാണ് ഇന്നിപ്പോൾ ഈ 80 രാജ്യങ്ങൾ സമർപ്പിച്ച 67 പട്ടികയിൽ നിന്ന് ഭാരതത്തിൻ്റെ ദീപാവലി ആഘോഷം കൂടി ഇതിൽ ഈ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ള അഭിമാന നിമിഷം അല്ലെങ്കിൽ അഭിമാന മുഹൂർത്തത്തിലൂടെയാണ് ഓരോ ഭാരതീയനും കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട എക്സിൽ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ എക്സിൽ ചില അഭിനന്ദന കുറിപ്പുകൾ പങ്കുവെക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം ശ്രീരാമചന്ദ്രൻ്റെ നയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഭാരതത്തെ നമ്മെ നയിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ദീപാവലി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ മുഹൂർത്തം എന്നുള്ള ഒരു സങ്കല്പം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പാലാഴി മഥന സമയത്ത് പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു. ഏതായാലും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആഘോഷം എന്ന നിലയിൽ ലോകമെമ്പാടും ഇപ്പോൾ ഈ ദീപാവലി ആഘോഷിക്കുന്നു. എവിടെയൊക്കെ ഭാരതീയരുണ്ടോ അവിടെല്ലാം ഈ ദീപാവലി ആഘോഷങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിൻ്റെ പല ആഘോഷങ്ങളും, അതിൽ ഏറ്റവും പ്രധാനം കുംഭമേളയാണ്. കുംഭമേളയും ദുർഗാപൂജയും യോഗയും അടക്കം ഈ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ദീപാവലി കൂടി ഈ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ശ്യാം, യെസ്, എന്തായാലും ഏറെ അഭിമാനിക്കാവുന്ന, ഏറെ ആഹ്ലാദകരമായ ഒരു പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് ഭാരതത്തെ തേടി എത്തിയത്. ദീപാവലി ആഘോഷം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു കഴിഞ്ഞു. വിശദമായ വിലയിരുത്തലും ഇൻഫർമേഷൻസുമാണ് ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ നൽകിയത്.